ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സത്യസന്ധനായ കഠിനാധ്വാനിയായ ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ എന്ന് പറയുന്നുണ്ട്. താങ്കളുടെ വിഷയം ഗൗരവമായി പരിഗണിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഇപ്പോഴത്തെ ഒരു നിലപാട്. അത് പരിഹരിക്കണം. എൻ്റെ പ്രശ്നമല്ല, അത് ജനങ്ങളുടെ പ്രശ്നമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കില്ലല്ലോ. ഇത് സർക്കാരിൻ്റെ വീഴ്ചയല്ല, സർക്കാരിൻ്റെ പാളിച്ചയായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഇത് താഴെ തട്ടിലുള്ള ഈ തരം നിരവധി ഓഫീസുകളിൽ കടന്നു പോകുന്നതിനകത്തുള്ള പ്രശ്നങ്ങളും ചുവപ്പ് നാടകളിലും അവർക്കുണ്ടാകുന്ന ഉപേക്ഷയാണ് ഇതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ MED അല്ലെങ്കിൽ സൂപ്രണ്ട് അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം സംസാരിച്ചിരുന്നു? ഇന്നലെ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. കാരണം ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ പ്രതിസ്ഥാനത്ത് തന്നെ കാണുന്നത്. എനിക്ക് അവരെ ഈ വാർത്തകളിൽ അവരെ ഉൾപ്പെടുത്താനോ അവരായിട്ട് ഇതിനകത്ത് സംസാരിക്കാനോ അവരായിട്ടൊക്കെ ധാരാളം സംസാരിച്ച് കഴിഞ്ഞതാണ്. എന്നിട്ടൊന്നും പരിഹാരം ആകാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു നടപടിക്ക് വന്നത്. ഞാൻ അന്ന് ആദ്യം ഇത് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എൻ്റെ കയ്യിൽ വശം ഉണ്ടോ, അത് നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിജസ്ഥിതി, കാരണം ഇതൊരു എൻക്വയറി വരുന്നെങ്കിൽ ഞാൻ പറയുന്ന ആരോപണങ്ങൾക്ക് അതിന് തെളിവുകൾ വേണമല്ലോ. അപ്പോൾ ആ തെളിവുകൾ കണ്ട് അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇന്നു മുതൽ അത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ചില ഉപകരണങ്ങൾ രോഗികളുടെ അവരുടെ കയ്യിൽ നിന്നും പണം ഞാൻ വാങ്ങുന്നില്ല, അത് കമ്പനിക്ക് അവർ പണം അടച്ച് കമ്പനികളിൽ നിന്ന് ഉപകരണം വരുത്തി ആണ് ചെയ്യുന്നത്. അതിന് ലീഗലായിട്ട് അതിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അത് ശരിക്കും നമുക്ക് ഭാവിയിൽ അതൊരു വിജിലൻസിൻ്റെ അന്വേഷണം വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അതിനകത്ത് അങ്ങനെ പ്രശ്നങ്ങൾ വരാമെന്ന ഒരു മേഖലയാണ്. പക്ഷേ അത് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. വരുന്ന രോഗികൾക്ക് സേവനം നൽകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വഴിവിട്ട മാർഗങ്ങളിൽ കൂടെ വരെ പോകേണ്ടി വരുന്നു എന്നത് എനിക്ക് വിഷമകരമായിട്ടൊരു കാര്യമാണ്. ഇന്നലെ വിവാദങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഡോക്ടർ അവധിയായിരുന്നു. ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി വീണ ജോർജിന്റെ പ്രതികരണമൊക്കെ വന്നതിന് ശേഷം അതിലുള്ള മറുപടി ഡോക്ടർ ഇപ്പോൾ വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ വീട്ടിലേക്ക് മടങ്ങുകയാണ്.